ട്രേഡ് യൂണിയനുകളുടെയും കർഷക തൊഴിലാളി സംഘടനകളും നേതൃത്വത്തിലുള്ള രാജ്യവ്യാപക ജയിൽ നിറയ്ക്കൽ സമരം ഇന്നാണ്. തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക, കർഷക ദ്രോഹം നയങ്ങൾ ഉപേക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധം. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ ഉപരോധിച്ചുകൊണ്ടാണ് സമരം നടത്തുന്നത്. നിതിൻ സേവ്യർ നൽകും വിവരങ്ങൾ. നിതിൻ, ഈ പ്രധാനമായിട്ടും ട്രേഡ് യൂണിയനുകളുടെയും കർഷക തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിലുള്ള ഒരു സമരം, ജയിൽ നിറയ്ക്കൽ സമരം എങ്ങനെയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്? തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക, കർഷക ദ്രോഹ നയങ്ങൾ പിൻവലിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ട്രേഡ് യൂണിയനുകളുടെയും കർഷകരുടെയും നേതൃത്വത്തിൽ ജയിൽ നിറയ്ക്കൽ സമരം അത് രാജ്യമൊട്ടാകെ തന്നെ നടത്തപ്പെടുന്നത്. ഇത് വലിയ തോതിൽ കർഷകരുടെ പ്രതിഷേധം കേന്ദ്ര സർക്കാരിന് മുമ്പിൽ എത്തിക്കാനാണ് എന്നാണ് അവർ പറയുന്നത്. പ്രത്യേകിച്ച് 21 വിവിധ തരത്തിലുള്ള ആവശ്യങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക, കർഷക ദ്രോഹ നയങ്ങൾ ഉപേക്ഷിക്കുക, കാർഷികോൽപ്പന്നങ്ങൾക്ക് മികച്ച സംഭരണ വില നിശ്ചയിക്കുക തുടങ്ങി പരമ്പരാഗത വ്യവസായങ്ങളെ സംരക്ഷിക്കുക അടക്കം 21 വിവിധ ഇനത്തിലുള്ള ആവശ്യങ്ങളാണ് ഇത് കൃത്യമായി ഇവർ ആവശ്യപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തുടനീളം ഇന്ന് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് മാർച്ചുകൾ നടത്തും, പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കും. എറണാകുളത്ത് BSNL ഓഫീസിലേക്കാണ് രാവിലെ 10 മണിക്ക് ഈ പ്രതിഷേധം നടക്കുന്നത്. എല്ലാ ട്രേഡ് യൂണിയനുകളും അല്ലെങ്കിൽ കർഷക തൊഴിലാളി സംഘടനകളും ഒക്കെ തന്നെ ഇതിൽ പങ്കെടുക്കും എന്നാണ് ഈ സമരസമിതി അവകാശപ്പെടുന്നത്. BMS പക്ഷേ ഇതിൽ നിന്ന് വിട്ടുനിൽക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. BMS ഒഴികെയുള്ള എല്ലാ ട്രേഡ് യൂണിയനിലും നിലവിൽ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുമെന്നാണ് മനസ്സിലാകുന്നത്. ഇത് കേന്ദ്ര സർക്കാരിലേക്ക് കർഷകരുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ കർഷകരെ ദ്രോഹിക്കുന്ന, തൊഴിലാളികളെ ദ്രോഹിക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ കൃത്യമായി തങ്ങളുടെ മറുപടിയാണെന്നും ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് കൂടുതൽ കടുത്ത നടപടിയിലേക്ക്, ബന്ധടക്കമുള്ള നടപടികളിലേക്ക് അല്ലെങ്കിൽ തൊഴിലെടുക്കാതിരിക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് തങ്ങൾ പോകും എന്നാണ് ഈ സമരസമിതി പറയുന്നത്. ഏതായാലും ഇന്ന് രാജ്യമൊട്ടാകെ ജയിൽ നിറയ്ക്കൽ സമരം നടത്താനാണ് നിലവിലെ തീരുമാനം. ശരി, നിതിൻ സേവ്യറാണ് വിവരങ്ങൾ നൽകിയത്.